ഇതല്ലേ ഗേറ്റ്, നല്ല ഭംഗിയാണ് കാണാൻ. വാ, പുഴയോട് ചേർന്ന് തന്നെ മുള കണ്ടില്ലേ, എത്ര മുളയാ. താങ്ക് യു സിക്കിം. റിവർ റാഫ്റ്റിംഗ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഇപ്പം ജീപ്പിൻ്റെ മുകളിൽ ബോട്ട് വെച്ച്, അതായത് ആ റാഫ്റ്റിങ്ങിൻ്റെ ബോട്ട് കൊണ്ടുപോകുന്നത് കണ്ടു, 2-3 എണ്ണം. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ മഴയും പെയ്തതല്ലേ, നല്ല വെള്ളമുണ്ട്. ഈ പുഴ ക്രോസ് ചെയ്യാണ്. ഇവിടെ എത്തുമ്പോഴേക്കും പുഴ അങ്ങ് വലുതായല്ല. താഴേക്ക് പോവാണ് നമ്മൾ, ഹിമാലയം ഇറങ്ങാണ് ശരിക്കും പറഞ്ഞാൽ. അമ്മേ, പാലത്തിലൊക്കെ കുഴികളും പ്രയർ ഫ്ലാഗും. എന്താ വെള്ളം, ഒക്കെ പുഴ നിറഞ്ഞിട്ടോ ഒഴുകുന്നു, കലക്ക് വെള്ളമാണ്. വാവ്, പുഴ നിറഞ്ഞൊഴുകുമ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തന്നെ കേട്ടോ. പുഴയും നോക്കണം, കുഴിയും നോക്കണം. 2 സൈഡിൽ ഇങ്ങനെ തേക്കുകൾ വെച്ച് പിടിപ്പിച്ചത് കാണാം കേട്ടോ. നമ്മളെ വയനാട് ഭാഗത്തൊക്കെ മലകൾ അങ്ങനെ, വയനാട്, നിലമ്പൂര് ഇവിടെയുണ്ട് ഫോറസ്റ്റില് അങ്ങനത്തെ പരിപാടി. ഇപ്പം ഇങ്ങനെ ഹിമാലയം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ നമ്മൾ ഹിമാലയം ഇറങ്ങി ഹിമാലയത്തിൻ്റെ പ്ലെയിൻസ് എത്തും. അതായത് വെസ്റ്റ് ബംഗാളിൻ്റെ ജയ്ഗോൺ എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ നാളെ വീണ്ടും ജയ്ഗോണിൽ നിന്ന് ഹിമാലയം കയറും. അപ്പോൾ നാളെ 5ാമത്തെ മല കയറ്റം, ഇത് 4ാമത്തെ മല ഇറക്കം, ഏത് ഹിമാലയത്തിൻ്റെ. അങ്ങനെ നാളത്തെ 5ാം മല കയറ്റം, ഹിമാലയം കയറ്റം കഴിഞ്ഞാൽ മറ്റന്നാൾ ഇറക്കവും കഴിഞ്ഞാൽ പിന്നെ ഹിമാലയ സ്റ്റോറീസ് അവിടെ കഴിയുന്നു ഈ ഒരു റൈഡിൽ. അങ്ങനെ 5 തവണ നമ്മൾ ഹിമാലയം കയറി ഇറങ്ങും, അതും ഭൂട്ടാനും കൂടെയും കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ റൈഡിൽ. ആദ്യത്തെ തവണ നമ്മൾ കശ്മീർ വഴി കാർഗിൽ, ലഡാക്ക് കയറി ഹിമാചൽ വഴി താഴേക്ക് ഇറങ്ങി, ചണ്ഡീഗഡ് ഇറങ്ങി. പിന്നെ ചണ്ഡീഗഡിൽ നിന്ന് UP ജസ്റ്റ് ടച്ച് ചെയ്ത ഉടനെ ഉത്തരാഖണ്ഡ് കയറി. ഉത്തരാഖണ്ഡിൻ്റെ ഒരു വലിയ ഭാഗം നമ്മൾ ഹിമാലയത്തിലായിരുന്നു. ഫുൾ ഋഷികേശ് ഒഴികെ എല്ലാം, ഡെഹ്റാഡൂൺ, ഋഷികേശിനും ഹരിദ്വാർ ഒഴികെ എല്ലാം ഉത്തരാഖണ്ഡിൻ്റെ ഫുൾ ഹിമാലയത്തിലായിരുന്നു. എന്നിട്ട് പിന്നെ ഡൽഹി വന്നു. അപ്പോൾ 2 എണ്ണമായേ. ഡൽഹി വന്ന് UP സൈഡ് വന്ന് ബീഹാർ വന്ന് അങ്ങനെ നേപ്പാൾ കയറി, കാഠ്മണ്ഡു 3ാമത്തെ കയറ്റം. അത് കഴിഞ്ഞ് കാഠ്മണ്ഡുവിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വീണ്ടും നമ്മൾ വന്ന് ചാടിയത് ബീഹാറിലേക്കാണല്ലോ. ബീഹാർ വന്നു വെസ്റ്റ് ബംഗാളിൻ്റെ അവിടെ കയറി സിലിഗുരി വന്നു. സിലിഗുരിയിൽ നിന്ന് ഡാർജിലിംഗ് കയറി, ഡാർജിലിംഗിൽ നിന്ന് സിക്കിം കയറി. ഇപ്പം തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നിരപ്പിലെത്തും. അത് കഴിഞ്ഞ് വീണ്ടും നാളെ ഭൂട്ടാൻ ഹിമാലയത്തിലാണ്. ഇതിൽ ഈ ഭൂട്ടാനും ഡാർജിലിംഗ്, സിക്കിമിൻ്റെ നമ്മൾ പോയ ഭാഗങ്ങൾ ഹിമാലയത്തിൻ്റെ അത്ര വലിയ എന്താ പറയുക, ടോപ്പ് ഹൈറ്റുള്ള അത്ര ഭാഗങ്ങളല്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഈ കിഴക്കോട്ട് വരുന്തോറും ഹിമാലയത്തിൻ്റെ ഉയരം കുറഞ്ഞു വരികയാണല്ലോ. അങ്ങനെ എന്തായാലും ഹിമാലയം ഒരു വല്ലാത്ത അനുഭവം തന്നെ കേട്ടോ. ഹിമാലയം ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. അപ്രതീക്ഷിതമായാണ് എന്തും സംഭവിക്കാം ഹിമാലയത്തിൽ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഞാൻ കുറച്ച് ഉറക്കം തൂങ്ങി സംസാരിക്കുന്ന പോലെ തോന്നും. കഴിഞ്ഞ ദിവസം ഉറക്കം അത്ര ശരിയായില്ല, എന്തോ നല്ല തണുപ്പുമായിരുന്നു, ഉറക്കം അത്ര സുഖമായില്ല. അല്ലേ പുഴ, ആ ഒഴുക്കൊക്കെ ഒന്ന് കുറഞ്ഞ് ശാന്തമായി. ഒഴുക്കുണ്ട്, പക്ഷെ നമ്മൾ പുറമേ നോക്കുമ്പോൾ, ഇത്ര ഉയരത്തിൽ നോക്കുമ്പോൾ അതറിയില്ല. നല്ല പ്ലെയിനായി നിൽക്കുന്ന പോലെ തോന്നും. ഇങ്ങനെ പതുക്കെ ശാന്തമായി ഒഴുകുകയാണ് ഇവിടെ. അതിനർത്ഥം നമ്മളിപ്പോൾ ഏകദേശം ഹിമാലയം അടിത്തട്ടെത്തിന്ന് തോന്നുന്നുണ്ട്. ഏതാ പാലം, അതിലേക്ക് ചേരുന്ന ഒരു പുഴയും കൂടി. കൊറോണേഷൻ ബ്രിഡ്ജ് ഇവിടെ കാണാം. ഇവിടെ ചെടികളെല്ലാം ഉണ്ട്, കാണില്ല, കൊറോണേഷൻ ബ്രിഡ്ജ് പഴയ പാലാണ്.
എന്താ ഹൈറ്റ്. കുറേ പേരൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അമ്മ ആഹാ, ഏകദേശം നിരപ്പുള്ള സ്ഥലങ്ങളെത്തി. എന്താ റോഡ്. നമുക്കൊരു 120 കിലോമീറ്ററും കൂടെ പോകാനുണ്ട് ഭൂട്ടാൻ ബോർഡർ എത്താൻ. ജയ്ഗാവൺ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണാണ്. അവിടെ നിന്നാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ബാക്കി ഫർദർ പ്രോസസ്സ് ചെയ്യുക. ഞാൻ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തിരുന്നു, പക്ഷേ അത് ത്രൂ ആവുന്നില്ല, എന്താ അറിയില്ല. അതുകൊണ്ട് ഡയറക്റ്റ് തന്നെ നോക്കട്ടെ. ഡേറ്റ് ആപ്ലിക്കേഷൻ ഓൾറെഡി ഓപ്പൺ ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചറിയാം. എന്തായാലും സമാധാനം, കുറച്ച് സ്പീഡിൽ പോകാമല്ലോ. ഇന്ന് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തോണ്ടേ നേരത്തെ തന്നെ അവിടെ എത്തും എന്ന് വിചാരിക്കട്ടോ. ഇനി ഇടയിൽ റോഡ് മോശമുണ്ടോ എന്താണെന്നും അറിയില്ല. എന്തായാലും നല്ലത് വിചാരിച്ചോണ്ട് ഓടിക്കാം. ഇടയിൽ ബൈക്കിൻ്റെ ചെയിൻ എവിടെയെങ്കിലും വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുക ചെയ്യണം. കാരണം എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് ഉണ്ട്, ഇടാൻ വയ്യ. വല്ല പാഡോക്കുള്ള വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ കയറ്റി കഴിഞ്ഞാൽ അതൊന്ന് വൃത്തിയാക്കി എൻ്റെ കയ്യിലുള്ള ലൂബ് എൻ്റെ അടുത്ത് അടിക്കാം. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ഗുപ്തകാശിയിൽ നിന്ന് ചെയ്തിരുന്നു ഇതേപോലെ. നമ്മൾ വീണ്ടും ചായത്തോട്ടത്തിലേക്കാണല്ലോ ഇറങ്ങിയത്. കയറുമ്പോഴും അങ്ങനെയായിരുന്നു. ഡാർജിലിംഗ് കയറിയപ്പോൾ അതാ വീണ്ടും 2 സൈഡും പരന്ന പ്രദേശം, പക്ഷേ ചായത്തോട്ടം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ തേയില ചെടികളൊക്കെ വളരുമല്ലോ. എന്തായാലും പരന്ന സ്ഥലത്തിൽ കണ്ടില്ലേ തേയിലത്തോട്ടങ്ങൾ. ഇവിടെ ആകാശമൊക്കെ തെളിഞ്ഞ് നല്ല ഉഷാറായിട്ട് നോക്കുന്നത്. ഇങ്ങനെ പഞ്ഞിക്കട്ട വെച്ച നിരത്തി വെച്ച പോലെ ഉണ്ട് എല്ലായിടത്തും. സൂപ്പർ സ്കൈ. അങ്ങനെ ഹിമാലയം നമ്മൾ ഇറങ്ങിയിരിക്കുന്നു പൂർണ്ണമായി. ഈ ഒരു പാലം കടക്കവേ ഏകദേശം എന്താ അതിൽ ചരല്, വെള്ളം കുറവോ. നമ്മളങ്ങനെ ഇറങ്ങി. ഹിമാലയാസ് 4 തവണ കയറി ഇറങ്ങി. എന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇത് ഈ സൈഡ്, ഹിമാലയൻ സൈഡ്. എന്താ ഭംഗി. എത്ര ലോറിയും ട്രാക്ടറാണെന്നറിയാം ഈ കല്ലും ചരലും വാരുന്നത്. ഇവിടെ അങ്ങനെ വാരേണ്ട അവസ്ഥയാന്ന് തോന്നുന്നുണ്ട്, കാരണം അത്ര അധികമാണ് ഹിമാലയത്തിൽ നിന്ന് വരുന്നത്. പക്ഷേ അത് ഒരു ലെവലല്ലാത്ത രീതിയിൽ വാരിയാൽ പുഴയുടെ ഒഴുക്ക് തെറ്റും. എങ്ങനെയോ അറിയില്ല. ഇപ്പോൾ ഹൈവേ ആണോന്നറിയില്ല, ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യും വരെ ആണോന്നും അറിയില്ല. എന്തായാലും ആകാശം നോക്കൂ, എന്താ ഭംഗി. മലകള്, ഹിമാലയാസ്. നമ്മൾ ആ ഭാഗത്തുനിന്നായിരിക്കും വരുന്നത്. ഇപ്പോൾ കണ്ടു നിൽക്കാൻ തന്നെ എന്താ രസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹിമാലയത്തിൻ്റെ ഇപ്പോൾ ഈ കാണുന്ന ഫുൾ ഹിമാലയ കേട്ടോ. ഹിമാലയത്തിൻ്റെ താഴ്വാരത്ത് ഇങ്ങനെ സൈഡ് റോഡുണ്ട്. അപ്പോൾ ആ റോഡ് കൂടെയാണ് ഇങ്ങനെ പോകുന്നത്. അതായത് ഒരു ഭാഗത്തുനിന്ന് ഹിമാലയത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഇനി ഇങ്ങനെ താഴേക്കൂടെ താഴ്വാരത്തിലൂടെ നേരെ ഒരു കുറേ 100-120 കിലോമീറ്ററോളം നമ്മളങ്ങനെ പോയി പിന്നെ വീണ്ടും ഒരു സ്ഥലത്ത് നിന്ന് ഹിമാലയം കയറും. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാർജിലിംഗ് സൈഡ് പോയി സിക്കിം കണ്ടിറങ്ങി ഇനിയിപ്പം ഭൂട്ടാൻ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഭൂട്ടാൻ ബോർഡർ നമുക്ക് കയറുമ്പോൾ ഉള്ള ബോർഡറാണ്. നമ്മൾ കയറുമ്പോൾ ഉള്ള ബോർഡറാണ് ജയ്ഗാവൺ. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ബോർഡ് കണ്ടു, ചാപ്രാമാരി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അത്ര നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ആനയൊക്കെയുള്ള സ്ഥലമാണ്. എന്തായാലും റോഡ് ഉഷാറ് കേട്ടോ. ഇവിടെ നോ ഓവർടേക്കിംഗ് ആണ്, ഡബിൾ ലൈനാണ് നടുവിലുള്ളത്. അതെ, കുരങ്ങന്മാരൊക്കെ കാണാം. വീണ്ടും ഹിമാലയൻ കാടുകൾ താഴ്വാരത്താണെങ്കിലും എന്തായാലും നല്ല റോഡ് കേട്ടോ, നല്ല റോഡ്. ജൽ ദാക്ക ബ്രിഡ്ജ്
ഇവിടെ ഒരുപാട് പുഴകൾ നമ്മൾ കാണുന്നുണ്ട്. ഹിമാലയൻ നദികൾ എല്ലാം പോയി ബ്രഹ്മപുത്രയിൽ ചേരും. അതാണ് പ്രത്യേകത. എന്നാൽ ബ്രഹ്മപുത്ര തുടങ്ങുന്നത് എവിടുന്നാ? ടിബറ്റിലെ കൈലാസ് നിന്ന്. അതെ, കൈലാസ് മാനസരോവറിൻ്റെ അടുത്തുനിന്നാണ് ബ്രഹ്മപുത്ര ആരംഭിക്കുന്നത്. അതിങ്ങനെ നേപ്പാളിൻ്റെയും സിക്കിമിൻ്റെയും ഒക്കെ മുകളിലൂടെ ഒഴുകി അങ്ങനെ അരുണാചൽ വഴിയാണ് ഇന്ത്യയിലേക്ക് കിടക്കുന്നത്. അതങ്ങനെ ആസാം വഴി ഒഴുകിയാണ് ബംഗ്ലാദേശ് കിടക്കും. അത് ഇതല്ലേ, വെൽക്കം ടു സുൽക്കപര. സുൽക്കപരയാണോ സുൽക്കപാറ എങ്ങനെ പറയാൻ അറിയില്ല. വെൽക്കം ടു സുൽക്കപര ടോൾ പ്ലാസ. ഇന്ന് വിജയദശമി ആയതുകൊണ്ടാന്ന് തോന്നുന്നു തീരെ ട്രാഫിക് ഒന്നുമില്ല. NH310 അങ്ങനെ എന്താ, എന്തായാലും കൊള്ളാം, നല്ല റോഡുകൾ. നോക്ക്, ചായത്തോട്ടം കേട്ടോ. എത്ര കിലോമീറ്റർ ആയിന്നറിയോ? ആഹാ, ഇന്ന് എൻ്റെ മൂഡിന് പറ്റിയ റോഡും ട്രാഫിക്കും കേട്ടോ. ഇങ്ങനെ ഒരു സ്പീഡും എടുക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ പോയാൽ മതി എന്നുള്ള പറ്റില്ല. അവിടെ കാലി റോഡും ഇങ്ങനെ പോവുക. ഇവിടെ ഇങ്ങനെയാ, കുറേ ദൂരം കാട് വരും. മീൻസ് ഫോറസ്റ്റ് ഏരിയ, ആനിമൽ ക്രോസിങ്, എലിഫൻറ്റ് ക്രോസിങ് സോൺ എന്നൊക്കെ കാണാം. പിന്നെ കുറച്ച് ദൂരം തുറന്ന പ്രദേശം, ചായത്തോട്ടം, പിന്നെയും ഇങ്ങനെ വരും. ഇടയിൽ 1-2 ഹിമാലയൻ നദികൾ, നീല വെള്ളം കേട്ടോ, നീല കളർ വെള്ളം. അടുത്തൊരു നദി, ചെറിയ ചെറിയ നദികൾ കേട്ടോ, നല്ല രസം. വാവ്, നീലാകാശത്തിൽ ദുൽഖറും സണ്ണിവേനും പോയി നിൽക്കുന്ന ഒരു സീനുണ്ട് നോർത്ത് ഈസ്റ്റ് കയറുന്നതിന് മുമ്പ്. അത് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പുഴയായിരിക്കും. കാണാം, ഇതേപോലെ ഉണ്ട് കാണാൻ. കുറേ ചരലും ഒരു ഭാഗത്തങ്ങനെ നല്ല തെളിഞ്ഞ നീലവെള്ളം ഒഴുകുക. അവിടെ കണ്ടില്ലേ ഹിമാലയാസ്. അപ്പുറത്തെ റെയിൽവേ പാലം കാണാം. എന്തൊരു ഭംഗിയാണ് കാണാൻ. ആ സൂര്യൻ്റെ വെളിച്ചം കൂടി അടിക്കുമ്പോൾ ആ പച്ചപ്പൊക്കെ എടുത്തങ്ങ് നിൽക്കുക. 2 വശത്തും ചായത്തോട്ടങ്ങളാണ്, ഇടയിൽ റെയിലും പോകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആഹാ, അല്ലേ, നമ്മൾ ഭൂട്ടാൻ എത്താൻ, മീൻസ് ഭൂട്ടാൻ ബോർഡർ കടക്കാൻ ഒരു 32 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പോഴേ ഒരു ഭൂട്ടാൻ വണ്ടി നമുക്ക് കാണാം. BP എന്നാണ് അവരുടെ രജിസ്ട്രേഷൻ. ഇതിനു മുമ്പ് ഒരെണ്ണം കണ്ടു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അത് ടാക്സി ആയിരുന്നു. ഏതായാലും ഇടതുവശത്ത് കാണുന്ന ഹിമാലയം അത് ഭൂട്ടാൻ പ്രദേശമൊക്കെ ആയിരിക്കും ഏകദേശം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഹൈവേ, ഈ ഹൈവേന്ന് 2 കിലോമീറ്റർ കഴിയുമ്പം ഡീവിയേറ്റ് ചെയ്യും ലെഫ്റ്റിലേക്ക്. എന്നിട്ട് ഭൂട്ടാൻ ബോർഡറിൻ്റെ അങ്ങോട്ടേക്ക് പോകും. പക്ഷേ നമ്മൾ നോർത്ത് ഈസ്റ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ കാണുന്ന ഹൈവേയിലൂടെ ആയിരിക്കും മിക്കവാറും തിരിച്ചു വരിക സിലിഗുരിയിലേക്ക്. ഓക്കെ, സമയമുണ്ട്, ദിവസങ്ങളുണ്ട്. ആദ്യം ഭൂട്ടാൻ. ഓക്കെ, മലകൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഭൂട്ടാൻ്റെ മലകൾ. ദൂരെ കാണുന്നില്ലേ? നമ്മൾ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോവുക. അങ്ങനെ ആസാം നാഷണൽ ഹൈവേക്ക് വിട. നമ്മൾ പതുക്കെ വഴി മാറുന്നു. എന്നിട്ട് വേറെ നാഷണൽ ഹൈവേ കയറുന്നു, ഭൂട്ടാനിലേക്കുള്ള മെയിൻ ഹൈവേ. അപ്പോൾ ഇതാണ് മക്കളെ ഇന്ത്യയും ഭൂട്ടാനും യോജിപ്പിക്കുന്ന മെയിൻ ഹൈവേ. വെസ്റ്റ് ബംഗാളിൽ നിന്നും ഭൂട്ടാനിലേക്ക് കയറാൻ ഉള്ള മാർഗം ജയ്ഗൗൺ വില്ലേജ്, അതുവഴി ഭൂട്ടാൻ. വാവ്, നോക്ക്, മേഘം കിരീടം പോലെ അണിഞ്ഞാണ് അവിടെ ഭൂട്ടാൻ നിൽക്കുന്നത് നമ്മളെയും കാത്ത്. ഏതായാലും ഇന്നില്ല, നാളെ ആവാം. ഇപ്പോൾ കുറച്ചുകൂടെ ആകാശം തെളിഞ്ഞു, ആ മേഘങ്ങളൊക്കെ ഒന്ന് നീങ്ങി. കണ്ടില്ലേ? ഇത് ഞാൻ പറഞ്ഞത്, ഇവിടെ നമുക്കിപ്പോൾ ഹിമാലയം നോക്കുമ്പം വലിയ
മലകളാണെന്ന് തോന്നിക്കുന്നില്ല ഇവിടുന്ന്. എനിക്കറിയില്ല ഭൂട്ടാൻ എങ്ങനെ, പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു മലയുണ്ട് എന്ന് കാണാം. പരന്ന പ്രദേശം ഇങ്ങനെ ഹിമാലയം നിൽക്കുന്നു. നമ്മൾ 5ാമത്തെ തവണ ഈ യാത്രയിൽ 5ാമത്തെ തവണയാണ് ഹിമാലയം കയറുന്നത്. അപ്പോൾ ഇതൊക്കെ ഹിമാലയത്തിൻ്റെ ഒരു തുടക്കമുള്ള ഭാഗമാണ്. ഇവിടെ നിന്ന് അങ്ങനെ ഉയർന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ ഭൂട്ടാൻ കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോകുമ്പോൾ പിന്നെയും കുറച്ച് കൂടെയും ഉയരം ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുകയാണ്, ഈ ലഡാക്ക്, ഉത്തരാഖണ്ഡ്, ഈവൻ നേപ്പാളിൻ്റെ പല ഭാഗങ്ങൾ, ഇപ്പോൾ എവറസ്റ്റ് അടക്കം ഏറ്റവും ഉയരമുള്ള ഭാഗമല്ലേ, അപ്പം ആ ഭാഗങ്ങളിൽ അത്രയും ഉയരം അല്ല ഇങ്ങോട്ടേക്ക്. കുറഞ്ഞ് ഈ ആസാം, അരുണാചൽ എത്തുമ്പോഴേക്കും അങ്ങനെ പതുക്കെ ഉയരം കുറഞ്ഞ് വരികയാണ്. ഇതൊക്കെ ഇവിടെ പ്രെയർ ഫ്ലാഗ് കെട്ടി വെച്ചിരിക്കും, നല്ല ഭംഗിയിട്ട് കാണാൻ. അവിടെ സൂര്യൻ ഇങ്ങനെ താഴ്ന്നു വരികയാണ്. അസ്തമയമൊന്നും ആയിട്ടില്ല, എന്നാലും നമ്മളിന്ന് നേരത്തെയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു സ്ഥലത്ത്, അതായത് നമ്മൾ യാത്ര അവസാനിക്കുന്ന സ്ഥലത്ത്, ഒരു ദിവസത്തെ യാത്ര നിർത്തുന്നിടത്ത് കുറച്ച് നേരത്തെ എത്തുന്നത്. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഇരുട്ടും വൈകിട്ടൊക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ടല്ലേ ചായത്തോട്ടം ഫുൾ. എപ്പോൾ തുടങ്ങിയതെന്നറിയാം, ആ ഹൈവേ ഡീവിയേറ്റ് ചെയ്തപ്പോൾ തുടങ്ങിയതാണ്. എത്ര ചായത്തോട്ടം, ഇത്രയധികം ചായ വിറ്റ് പോകുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എത്ര ലക്ഷം ആൾക്കാരാ, കോടിക്കണക്കിന് ആൾക്കാർ കാണും ചായ. ദശമി ആയതുകൊണ്ട് നവരാത്രി പരിപാടികൾ. ഇതേ പടത്തിന് പടക്കം, മാലപ്പടക്കം അടുത്ത് പോയി. ഈശ്വരാ, റോക്കറ്റൊന്നുമില്ലല്ലോ. അവൻ്റെ കയ്യിൽ നിറയെ മാലപ്പടക്കമാണ്. കുറേ ചീറ്റി പോവാണല്ലോ. പവർ പോരാ. അടിപൊളി. കുറച്ച് നേരത്തെ എത്താന്ന് വിചാരിച്ചതാ. ഇതിപ്പോൾ ഒരു ബോർഡറിൻ്റെ ഒരു 6 കിലോമീറ്റർ മുമ്പ് നമ്മളിങ്ങനെ ഒരു റൈറ്റ് എടുക്കും. ഒരു ടീ എസ്റ്റേറ്റിൻ്റെ മുമ്പിൽ ഫുൾ ചായത്തോട്ടം. എനിക്ക് തോന്നുന്നു ഭൂട്ടാൻ ഒരു ഡാർജിലിങ്ങിൻ്റെ ആ ഒരു ഓൾട്ടിറ്റ്യൂഡ് ആയിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. ഡാർജിലിംഗ് ഇതുപോലെ ആയിരുന്നു കയറുമ്പോൾ. നിറയെ ചായത്തോട്ടം. ഇത് നോക്കൂ, പരന്ന് കിടക്കുക. എത്ര ദൂരം, ഹിമാലയത്തിൻ്റെ അടിഭാഗം വരെ ഇതാണ്. അപ്പോൾ അതാ നമ്മളെത്താനായി. 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഭൂട്ടാൻ ബോർഡർ കേട്ടോ. ഇവിടെ വരുന്നവർ എനിക്ക് തോന്നുന്നു പെട്രോള് പുറത്തുനിന്നേ അടിച്ചിട്ട് വരണമെന്ന്. ഇവിടെ പെട്രോൾ പമ്പ് ഒരു സാധനം കാണാനില്ല. ഞാൻ എന്തായാലും ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. വേറെ എവിടെയും പെട്രോളിൻ്റെ ഒരു ഇതും ഞാൻ കണ്ടില്ല കേട്ടോ. ആകെ റോഡ് സൈഡിൽ പബ്ലിക്കായിട്ട് ബ്ലാക്കിന് വെക്കുന്നത് കണ്ടിരുന്നു. ഇവിടെ എല്ലാ കടകളും അടച്ചിരിക്കുക കേട്ടോ. ഇന്ന് ദശമി ആയതുകൊണ്ട്, നവരാത്രി കഴിഞ്ഞ് ദശമി ആയതുകൊണ്ട് എല്ലാ കടകളും അടച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കറൻസി ഇത്തവണ നേപ്പാളിൽ പറ്റിയ പോലെ പറ്റരുത്. ഇവിടെ നേരത്തെ മാറ്റി കയ്യിൽ വയ്ക്കാം. എന്തായാലും സമയമുണ്ട്, പോയിട്ട് നോക്കാം. വെയിറ്റ് ഭൂട്ടാൻ നേരെ നമുക്ക് പോകേണ്ടത് റൈറ്റ്. ഈ കാണുന്നതാണ് ജയ്ഗോൺ, വെസ്റ്റ് ബംഗാളിലെ അവസാനത്തെ ഒരു ചെറിയ ടൗണാണ്. ഭൂട്ടാനിൽ കയറുന്നതിന് മുമ്പ് ഇവിടെയും ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നേരെ കാണുന്നത് ഭൂട്ടാനിലേക്ക് പോകേണ്ട വഴിയാണ് ഇപ്പോൾ ലെഫ്റ്റിൽ കണ്ടത്. ഇന്ന് ഭൂട്ടാനിലൊക്കെ ആൾക്കാർ ഡെയിലി ഇവിടെ വന്ന് പോകുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനും കാര്യങ്ങളൊക്കെ. കുബേറോ എന്തോടെ ബ്ലോക്ക്. ഹൈ, ഇതാ ഭൂട്ടാനിലേക്കുള്ള ഗേറ്റ്.